ഇതാണ് നടന്നത്. പക്ഷേ ഒരു കാര്യത്തിലേ എനിക്ക് ദുഃഖമുള്ളൂ. നമുക്ക് എന്റെ കൈകൊണ്ട് ജെയിംസ് അച്ഛനെ കൊല്ലാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇത്രയ്ക്ക് പക തോന്നാൻ മാത്രം ആ നല്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? നല്ല മനുഷ്യൻ നമുക്ക് അയാൾ ഒരു മൃഗമായി ലോഹയിട്ട് നടന്നിരുന്ന ജഗത്ത് എന്റെ സഹോദരിയെ അയാൾ നശിപ്പിച്ചു, ഗർഭിണിയാക്കി. ചേട്ടാ, ആലീസിനെ പിഴപ്പിച്ചത് അച്ഛനല്ല, ജോണിയാണ്. ജോണി? അതെ, അവര് സ്നേഹത്തിലായിരുന്നു. വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു. സബിനെ? ജോണി നാട് വിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആലീസിന് ജോണിയുടെ ഒരു കത്ത് വന്നു. അത് ഞാനാണ് ആലീസിന് കൊടുത്തത്. എന്നിട്ട് അവൾ ആ കത്ത് തുറന്നു വായിച്ചിട്ട് വിഷമിച്ചിരുന്നു. എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി. അന്ന് രാത്രിയാണ് അവൾ മരിച്ചത്. ജോണി ശബ്ദിച്ചു പോയത്. ജോണി എവിടെ? ജോണി എവിടെയെന്ന് പറയാ? അവൻ അവൻ ഈ ജീവനോട് പിടിക്കാം. പീറ്റർ എന്തിനു വേണ്ടി വന്നിരിക്കും? ചാക്കോച്ചനെ കൊല്ലാനോ അതോ പണം അപഹരിക്കാൻ? അവൻ കൊലപാതകി ആയതുകൊണ്ട് കൊല്ലാൻ വേണ്ടി തന്നെയായിരിക്കും സാർ വന്നിട്ടുള്ളത്. പീറ്റർ ചാക്കോച്ചനെ എന്തിനു കൊല്ലണം? കേസന്വേഷണത്തിന് വേണ്ടി ചാക്കോച്ചൻ നമ്മളെ സഹായിക്കുന്നതുകൊണ്ടായിരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ പിന്നിൽ തക്കതായ എന്തോ കാര്യമുണ്ടായിരുന്നു. എസ്തപ്പാനെ, പീറ്ററും ചാക്കോച്ചനും തമ്മിൽ എപ്പോഴെങ്കിലും വഴക്കുണ്ടായിരുന്നു? അവൻ വഴക്കിടാത്തതായി ഈ നാട്ടിൽ ആരും കാണുകയല്ലേ മാന്നെ. എന്തിനാ എല്ലാവരും പറയുന്നത്? യമാനെ, എന്റെ മോൻ എല്ലാവർക്കും ഉപകാരിയായിരുന്നു. കൊള്ളതാഴിയെ കാണിക്കുന്നവരോട് മാത്രമേ അവൻ വഴക്കിന് പോയിട്ടുള്ളൂ. പോലീസിന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയതിനു ശേഷം പീറ്റർ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ലേ മാന്നെ. അവന്റെ തലവെട്ടം കണ്ട അവനെ ഞാൻ കൊല്ലും. അതെന്താ അങ്ങനെ പറഞ്ഞത്? മിശിഹാതമ്പുരാനെ പോലെ ജീവിച്ച ജെയിംസ് അച്ഛനെ കൊന്ന അവനെ പിന്നെ ഞാൻ എന്തോന്ന് ചെയ്യണം? അച്ഛനെ കൊന്നത് പീറ്റർ തന്നെയാണെന്ന് എസ്തപ്പാൻ കരുതുന്നുണ്ടോ? പള്ളിമേട് എന്നവനെ പോലീസ് പിടിച്ചോണ്ട് പോയപ്പോ എല്ലാരും കേൾക്കാൻ വിളിച്ചു പറഞ്ഞേ മാന്നെ അച്ഛനെ കൊല്ലുമെന്ന്. യമാനെ, പീറ്റർ എന്റെ കുഞ്ഞ്. ഞാനാണ് അവനെ പെറ്റു വളർത്തിയത്. അവൻ മഴക്കിടും, തല്ലുകൂടും, പക്ഷെ ആരെയും കൊല്ലൂല്ലേ മോനെ. നിങ്ങൾ അപ്പുറത്ത് പോ. ഒരു എറുമ്പിനെ പോലും കൊന്നിട്ടില്ലാത്ത എന്റെ മോൻ കൊലപാതകയാണെന്ന് പറയുന്ന നിങ്ങളോട് ദൈവം ചോദിച്ചോളൂ. പോയട്ടെ. എസ്തപ്പാൻ വരൂ. അമ്മേ, അമ്മ പേടിക്കണ്ട, അകത്തേക്ക് വരും. ആ തട്ടി അങ്ങ് ശരിയാക്കമ്മേ. ഈ പെട്ടിയുടെ മൂടി ഒന്ന് മാറ്റിക്കാം. എന്റെ മോനെ, മോൻ എപ്പോഴും ഇവിടെ വന്നു? പോലീസ് എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഓടിക്കയറിയതാണ് അമ്മേ. ആലീസ് കെട്ടിത്തൂങ്ങി കിടക്കുന്നത് കണ്ട ശേഷമല്ലേ പീറ്റർ അച്ഛനെ കയ്യേറ്റം ചെയ്തത്? അതേ മാന്നെ. ആ നിലയ്ക്ക് ആലീസിനെ നശിപ്പിച്ചത് അച്ഛനാണെന്നാ പീറ്റർ കരുതിയിരിക്കുന്നത്. ഞാൻ അച്ഛനെ കൊന്നിട്ടില്ലെന്ന് അമ്മയെങ്കിലും വിശ്വസിക്കുന്നുണ്ടല്ലോ. എനിക്കത് മതി. എന്റെ മോനെ, ഞാൻ എസ്തപ്പാനെ എപ്പോ വിളിച്ചാലും സ്റ്റേഷനിലേക്ക് വരണം. വരായോ മാന്നെ? എന്റെ മോൻ അച്ഛനെ കൊല്ലുന്നത് നിങ്ങൾ കണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾ പോലീസിനോട് പറഞ്ഞതെന്താ? എന്റെ വിശ്വാസം.
വിശ്വാസം. ഒരു മോളുണ്ടായിരുന്നതിന് സ്വന്തം കൈ കൊണ്ടുണ്ടാക്കിയ ശവപ്പെട്ടിയിൽ ശവമടക്കി. ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത മോൻ പോലീസിനെ പേടിച്ച് ഒളിച്ചു നടക്കുന്നു. ഇനിയും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം കൊണ്ട് നടന്നു. എന്റെ മോൻ ഒരു ഉദ്യോഗസ്ഥനായി വരുമ്പോ ഈ തൊഴിൽ നിർത്തി 10 ദിവസമെങ്കിലും അവന്റെ കൂടെ സന്തോഷമായി കഴിയണമെന്ന് ആഗ്രഹിച്ചിരുന്നവനാ ഞാൻ. എല്ലാം തകർന്നുപോയി, എല്ലാം തകർന്നുപോയി. മോനെ, അമ്മ പോകുന്നു. ശരി. മോനെ, അപ്പം നല്ല ഉറക്കമാ. മോൻ ചോറുണ്ട്. എന്റെ പൊന്നു മോനെ, നിന്റെ തലയിലെടുത്ത് ഇങ്ങനായി പോയല്ലോ. ഒടുവിൽ നീ എന്റെ കയ്യിൽ തന്നെ വന്നു പെട്ടു. നിന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. അയ്യോ, അപ്പം വെള്ളം വെക്കരുത്. എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്തൊന്ന് കേൾക്കണം. ആ പരിശുദ്ധനായ അച്ഛനെ കൊന്നു നിനക്ക് എന്താടാ പറയാനുള്ളത്? ഞാൻ എന്ത് പറഞ്ഞാലും അപ്പൻ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ അച്ഛനെ കൊന്നിട്ടില്ല. കള്ളം, കള്ളം, പച്ചക്കള്ളം. ഞാൻ അപ്പന്റെ മകനാണ്. അപ്പന്റെ ചോരയാണ് ഈ ശരീരത്തിൽ ഓടുന്നത്. ഈ തോളിൽ കിടത്തിയാണ് അപ്പൻ എന്നെ വളർത്തിയത്. അപ്പ ഈ കൈ കൊണ്ട് ഞാനൊരു മനുഷ്യനെ കൊല്ലുമെന്ന് അപ്പൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതാ എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചോളൂ. സത്യം ഒരു കാലത്ത് വെളിച്ചത്ത് വരും. അന്ന് ഞാൻ നിരപരാധിയാണെന്ന ഒരു മനസ്സിലാക്കും. അച്ഛനെ കൊന്നത് നമ്മുടെ മോൻ തന്നെയാണെന്നാണോ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്? അതെ, എന്റെ മനസ്സ് അത് തന്നെയാ പറയുന്നത്. അവിടെയാണ് മോളെ അനക്ക് തെറ്റുപറ്റിയത്. ആ പാവം പെണ്ണ് നശിപ്പിച്ചത് അച്ഛനല്ല, മുതലാളിയുടെ വളർത്ത മകൻ ജോണിയാ. ഇത് സത്യമാണോ മമ്മുക്ക? അതെ മോളെ, ഇപ്പോഴല്ലേ സത്യം ഓരോന്നായി പുറത്തു വരുന്നത്. ഞാൻ അച്ഛനെ തെറ്റിദ്ധരിച്ചു. സത്യം എന്തെന്നറിയാതെ ആലീസിനെ പറ്റി ഞാൻ എന്തൊക്കെയോ പീറ്ററിനോട് പറഞ്ഞു. അതാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഇനി എന്ത് ചെയ്യും മമ്മുക്ക? അറിയാതെ മോളെ, നീ അറിഞ്ഞോണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എനിക്ക് പീറ്ററിനെ ഒന്ന് കാണണം. ആ കാലിൽ വീണ് എനിക്ക് മാപ്പ് ചോദിക്കണം. മോള് വിഷമിക്കണ്ട, പീറ്ററെ കാണാൻ വഴി നമ്മൾ ഉണ്ടാക്കി തരാം. മോള് നാളെ വീട്ടിലേക്ക് വാ. പീറ്റർ അവിടെ ഉണ്ടോ? ഇപ്പോൾ അവിടെ ഇല്ല, പക്ഷേ ഓരവിടെ വരും. മോള് നാളെ വീട്ടിലേക്ക് വരുമ്പോ അവിടെ വെച്ച് കാണാം. നമ്മൾ വരട്ടെ.